സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐ സിന്ദാബാദ് കൃഷ്ണപിള്ള ദിനം സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സഖാക്കളെ നാം മുന്നോട്ട് ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐ സിന്ദാബാദ് കൃഷ്ണപിള്ളയുടെ ഓർമ്മ ദിനമാണെന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തുന്നതിനും അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനുമായി പാർട്ടി ദേശീയ കൗൺസിൽ അംഗവും എംഎൽഎയുമായ അഡ്വക്കേറ്റ് GRNനെ ആദരപൂർവ്വം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേരോട്ടമുണ്ടാക്കുവാനും ബഹുജന പ്രസ്ഥാനമായി മാറാനുള്ള തുടക്കം കുറിക്കാനും തുടർന്ന് കേരളത്തിൻ്റെ അധികാര കേന്ദ്രത്തിലേക്കടക്കം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞത് സഖാവ് പി കൃഷ്ണപിള്ളയുടെ നേതൃപാടവം തന്നെയാണ്. സഖാവിനെ സ്മരിക്കാൻ കേരളത്തിലെമ്പാടും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ ഒത്തുകൂടുകയാണ്. പാർട്ടി ആസ്ഥാനത്ത് ലളിതമായ ഈ ചടങ്ങ് പങ്കെടുത്ത് നമുക്കെല്ലാം അദ്ദേഹത്തെ സ്മരിക്കാൻ കഴിയുന്നത് വളരെ വളരെ സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ്. ഈ അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കാനും പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിയങ്കരനായ സഖാവ് സത്യൻ മൊയ്‌ലിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഖാവ് കൃഷ്ണപിള്ളയെ ഓർമ്മിക്കുന്ന ദിവസമാണിന്ന്. 1948 ആഗസ്റ്റ് 19 ഇരിക്കുന്ന സന്ദർഭത്തിൽ പാമ്പ് കടിയേറ്റ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും അങ്ങേ അറ്റമുള്ള കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള എല്ലാ ഗ്രാമങ്ങളിലും അന്നത്തെ സാഹചര്യത്തിൽ സഖാവ് സഞ്ചരിച്ച് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടോ എന്ന് നമ്മൾ ഒത്തുപോകും. ഉജ്ജ്വലനായിട്ടുള്ള സംഘാടകൻ, പാർട്ടിയിലെ അവസാനത്തെ വാക്കായിരുന്നു സഖാവ് കൃഷ്ണപിള്ള. ഏറെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ഒളിവിലിരുന്ന് പാർട്ടി സംഘടനയെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം സുപ്രഭമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സഖാവ് കൃഷ്ണപിള്ളയെ ഓർക്കുന്ന സന്ദർഭത്തിൽ എന്തിനാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് നമ്മൾ ഓർക്കുന്നത്, എന്തിനെയാണ് ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, അനുഭവ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. കൃഷ്ണപിള്ളയെ സ്മരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജ്ജം സമ്പാദിക്കുക എന്നതാണ്. ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി, പുതിയ ചരിത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം നടക്കുന്ന സന്ദർഭത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഒരു ബന്ധവുമില്ലാത്ത RSS രൂപീകരിച്ചപ്പോൾ RSSനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച കുട്ടികളോട് RSS സ്ഥാപകന്മാർ പറഞ്ഞിട്ടുള്ളത്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഹെഡ്ഗേവർ പോലുള്ളവരോട് കുട്ടികൾ ചെന്ന് സംസാരിച്ചപ്പോൾ, എന്തിനാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ജയിലിൽ പോകുന്നത്, നിങ്ങൾ ജയിലിൽ പോയാൽ നിങ്ങളുടെ രക്ഷിതാക്കളെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചവരാണ് ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പുതിയ ചരിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രം ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അതിന് സഖാവ് കൃഷ്ണപിള്ളയുടെ സ്മരണ നമുക്ക് ശക്തി പകരുന്നു. കൃഷ്ണപിള്ളയെ കുറിച്ച് പോലും തെറ്റായ ചരിത്രം നിർമ്മിക്കാനുള്ള ശ്രമം ആസൂത്രണമായി നടത്തുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ രാഷ്ട്രീയമായ കടമ, സംഘടനാപരമായ കടമകൾ നിർവഹിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടി സഖാവ് കൃഷ്ണപിള്ള നമുക്ക് ശക്തി പകരുന്നു. അതുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ധീരനായ വിപ്ലവകാരിയായിട്ടുള്ള സഖാവ് കൃഷ്ണപിള്ളയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.